ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഓണത്തിൻ്റെ കുറച്ച് തിരക്കായി പോയി കേട്ടോ. കുറച്ച് പർച്ചേസിങ്ങും കുറച്ച് ക്ലീനിങ്ങും പിന്നെ കുട്ടിയൊക്കെയാണെങ്കിൽ ഓണം സെലിബ്രേഷൻ അല്ലേ സ്കൂളിൽ 29-ാം തീയതി. അതിനു മുമ്പ് അവർക്കുള്ള ധാവണിയും പട്ടുപാടിയൊക്കെ തയ്ക്കണമായിരുന്നു. അതാണ് നേരത്തെ പോയി പർച്ചേസ് ചെയ്തത്. പിന്നെ അതൊക്കെ തയ്ക്കാൻ കൊണ്ടു കൊടുക്കലും ഒക്കെ ഒരു ധൃതിയായിരുന്നേ. അപ്പോൾ പിന്നെ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റായിപ്പോയി കേട്ടോ. ക്ഷമിക്കണേ. എന്നാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഞാനൊരു കായ്പോളയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ പാനാണെങ്കിൽ എനിക്ക് നല്ല ഒരു പാനേ ഉള്ളായിരുന്നു കേട്ടോ. മറ്റേ പഴയൊരു പാനിനകത്ത് വെച്ച് ഉണ്ടാക്കി അത് അടിയിലൊക്കെ പിടിച്ച് നാശമായി പോയായിരുന്നേ. അപ്പോഴേ വിചാരിച്ച് ഈ റെസിപ്പി വീണ്ടും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ഞാൻ കായ്പോള മാറ്റിയിട്ട് ഇന്നൊരു എഗ് പോളയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി വേണേ, ഒരു 5-6 അല്ലി വെളുത്തുള്ളി വേണം. അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം, ചെറിയ 2 കഷ്ണം ആയതുകൊണ്ടാണ് ഇഞ്ചി 2 കഷ്ണം എടുത്തത് കേട്ടോ. വലുതാണെങ്കിൽ 1 കഷ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ ആണെങ്കിൽ ആ സവാളയൊക്കെ ഒരുപാട് ചെറുതാക്കിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയാണെങ്കിൽ എനിക്കാണെങ്കിൽ കൊച്ചതല്ലേ, അത് പിടിച്ചരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടികല്ല് വെച്ച് ചതച്ചാണ് എടുത്തത് കേട്ടോ. അങ്ങനെ വേണ്ട ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് തീ എത്തിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരത്തില്ല. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു 1-1.5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണേ. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഒരു മീഡിയം വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി എന്നിട്ട് അതിനകത്തോട്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് സവാള വാടി കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനിയാണെങ്കിൽ ഇതെല്ലാം ജസ്റ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ആ സൈഡിലിരിക്കുന്നത് മുളക് പൊടിച്ചുകൊണ്ട് വെച്ചതാണ്. ടിന്നിനകത്തൊന്നും തട്ടിയിടാനുള്ള സമയം കിട്ടിയില്ല. അതവിടെ ഇരുന്ന് വാടുമ്പോഴത്തേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കേ. ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദാപ്പൊടിയാണ് എടുത്തത്. എന്നിട്ട് ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ ഒരു മുട്ടയും ചേർത്ത് മൊത്തം ചേർത്ത് കൊടുക്കാം. വെള്ളയും മഞ്ഞയും എല്ലാം ഫുള്ളായിട്ട് നമുക്കൊരു മുട്ട ഫുള്ളായിട്ട് ആ മാവിൽ ചേർത്ത് കൊടുക്കാം. ഇനിയാണെങ്കിൽ നമ്മൾ നേരത്തെ മാവ് അളന്ന് വെച്ച ഗ്ലാസ് ഉണ്ടല്ലേ, ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പശുവും പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കവർ പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ രാവിലെ കാച്ചി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. കറക്റ്റ് അളവിലായിരിക്കും. നമ്മൾ മാവ് അളന്ന അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ബാറ്ററിൻ്റെ കറക്റ്റ് വെള്ളം കറക്റ്റായിരിക്കും കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മാവ് ഇങ്ങനെ കട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി എന്നിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. ഒരുപാട് അത് മാവല്ലേ, ഒന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മതിയേ. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി വാടാൻ വെച്ചിട്ടില്ലേ, അത് നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയേ ഞാനിതിനകത്തോട്ട് ആദ്യം 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത്, പിന്നെ ഒരു നല്ല വലിയ സ്പൂണിനകത്ത് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴേ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞിട്ട് ഇത് മൊത്തത്തിലൊരു ടേസ്റ്റ് വ്യത്യാസം വരുമേ. അപ്പം തീ ചെറുതാക്കി വെക്കണേ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. ഞാനിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ മല്ലിയില ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. ഇത്രയേ ഉള്ളൂ മസാലയുടെ ബാറ്റർ കേട്ടോ.
അല്ല മസാലയുടെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററൊക്കെ ശരിയായിരിക്കുന്നതിനകത്തോട്ട് ഞാൻ കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ആണെങ്കിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തേ. പിന്നെ ഞാൻ ഒരു 2 മുട്ട തന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങിയിട്ട് സ്ലൈസ് ചെയ്ത് വെക്കണേ. ഞാൻ മസാല ഉണ്ടാക്കിയ അതേ പാനിനകത്താണ് ഉണ്ടാക്കുന്നത്. അതിനകത്തോട്ട് ഇപ്പോൾ തീയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇരിക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഇച്ചിരി നെയ്യ് ചേർത്ത് ഇങ്ങനെ ഒന്ന് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചേക്കുന്ന ബാറ്റർ ഉണ്ടല്ലേ, അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുക്കണേ. പകുതി ഭാഗം ചേർത്താൽ മതിയേ. പകുതി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ മസാല ഉണ്ടല്ലേ, അതിങ്ങനെ ചെറുതായിട്ട് കൈവച്ച് തന്നെ പിച്ചിട്ട് കൊടുക്കണം. പിച്ചിയല്ല, ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ ഇടുമ്പോഴാണെങ്കിൽ എല്ലായിടത്തും എത്തില്ല. സ്പൂൺ വെച്ചാക്കുമ്പോൾ പിന്നെ ആ മുട്ട ഉണ്ടല്ലേ സ്ലൈസ് ചെയ്ത് വെച്ച് അതും ഇങ്ങനെ നിരത്തി എല്ലായിടും ആവത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണേ. ഇനി നമ്മൾ വീണ്ടും മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്. ആദ്യം പകുതി മസാല, 3/4 ഭാഗം മസാല ഇട്ട് കൊടുത്താൽ മതി. 1/4 ഭാഗം മസാല വെച്ചിരുന്നിട്ട് നമ്മുടെ മുട്ടയുടെ മുകളിലോട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി ബാറ്റർ ഉണ്ടല്ലേ, അതെല്ലായിടും ആവത്തക്ക രീതിയിൽ എല്ലായിടും സ്പ്രെഡ് ആവത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്കൊരു ദോശക്കല്ലോ വേറൊരു പാനോ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിന് മധ്യേ വെക്കണേ. എന്നിട്ട് അതൊന്ന് അങ്ങനെ വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ദാണ്ട് അത് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. വെന്ത് കഴിയുമ്പം ഇനി വേറൊരു പാൻ വെച്ച് കമത്തി ഇട്ടാൽ മതി. പക്ഷേ എൻ്റെ വേറെ പാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്ത് പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ട് പിന്നെ മറ്റേ ഇപ്പം ഉണ്ടാക്കിയ ആ പാൻ ഉണ്ടല്ലേ അതിനകത്തോട്ട് തന്നെ വീണ്ടും ഞാൻ തട്ടിയിട്ട് കൊടുക്കുകയാണേ. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ജസ്റ്റ് ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ അതാണ്ടോ അടിഭാഗം ഒന്നും കരിഞ്ഞു പോവാതെ. അന്നാണെങ്കിൽ ഞാൻ കായ്പോളം ഉണ്ടാക്കിയപ്പോഴേ ആ പാൻ്റെ കുഴപ്പമായിരുന്നേ. ആ പാൻ കൊള്ളാഞ്ഞതുകൊണ്ടാണ് അതെല്ലാം അടിയിൽ പിടിച്ച് നാശകോശമായി പോയത് കേട്ടോ. ഇപ്പോൾ അതാണ്ട് നല്ല പാനിനകത്താകുമ്പോൾ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് തീ ഉറച്ചിട്ട്, അന്നാണെങ്കിൽ കുറച്ച് നേരം എക്സ്ട്രാ ഞാൻ വേവിക്കാനും വെച്ച് കേട്ടോ. ഇന്നാണെങ്കിൽ കറക്റ്റ് സമയം നോക്കി തന്നെ ഞാൻ ചെയ്ത് 10 മിനിറ്റേ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ എഗ് പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് അവിടുന്ന് ജനലിൽ നിന്ന് വെയിലടിക്കുന്ന പറഞ്ഞേ നിങ്ങൾക്ക് ജസ്റ്റ് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കേ. ഇനി ഞാൻ ഇത് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. ഞാനിതൊന്ന് ജസ്റ്റ് കൈ വെച്ച് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ കൈ പൊള്ളിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തുനിന്ന് മുട്ടയൊക്കെ വീണ് അത് എടുത്ത് അതിനകത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനെന്തെങ്കിലും ഇതൊന്ന് കത്തി വെച്ച് നന്നായി അത് മുറിച്ച് കാണിച്ചു തരാമേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് കണക്കാനെ എൻ്റെ ചാനലാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നെങ്കിലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുതേ. അത് കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാനും മറന്നു പോരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടണം. പിന്നെന്താ ചെയ്യേണ്ടത്, ഷെയർ ചെയ്യും വേണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.